Shaddai. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. സങ്കീർത്തനം 146:3. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രരിൽ ആശ്രയം വെക്കരുത്. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സേവർക്കാൻ വട്ടാലച്ചന് ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഇപ്പോൾ കേട്ട തിരുവചന ഭാഗം 146-ാമത്തെ സങ്കീർത്തനത്തിൽ 3-ാം തിരുലിഖിതമാണ്. വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു ദൈവ പൈതൽ തങ്ങളെ സഹായിക്കാൻ കഴിവില്ലാത്ത ഒരു രാജാവിലോ ഒരു മനുഷ്യപുത്രനിലോ ഒന്നിലും ആശ്രയം വെക്കരുത്. മറിച്ച് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കണം. ഹല്ലേലൂയ. Hallelujah. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത ഒന്നിലും നീ ആശ്രയം വെക്കരുത്, മറിച്ച് കർത്താവിനെ മാത്രം ആശ്രയിക്കുക എന്ന് എഴുതപ്പെട്ട വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah. കുറച്ച് നാളുകൾക്ക് മുമ്പ് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തെ ധ്യാനം കൂടാൻ അമേരിക്കയിൽ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നൊരു സഹോദര കാര്യം ഓർക്കാണ്. അമേരിക്കയിലെ ഡാളസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ സഹോദരി എത്തിച്ചേർന്നത്. ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയി. ഈ ലോകത്തിൽ മെഡിക്കൽ സയൻസിന്റെ എല്ലാ തരത്തിലുള്ള സഹായവും നേടി. എന്നാൽ അവസാനം ഇവിടെ വെച്ച് കർത്താവിനെ ആശ്രയിച്ചപ്പോൾ കർത്താവ് അത്ഭുതകരമായി ആ സഹോദരിയെ സ്പർശിച്ചു. രാജാക്കന്മാരെ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനെ ആശ്രയം വെക്കരുത്, ദൈവത്തെ മാത്രം ആശ്രയം വെക്കുക. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് ഇതുപോലെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഒരുപക്ഷെ ശരീരത്തിലായിരിക്കാം, മനസ്സിലായിരിക്കാം, ആത്മാവിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ജോലി മേഖലയിലായിരിക്കാം. ഓരോ മേഖലയിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ്. ഹല്ലേലൂയ. Hallelujah. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഇപ്പൊ സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഈ സഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ല, അവിടുന്ന് അല്ലാതെ മറ്റൊരു ദൈവമില്ല, അവിടുന്ന് മാത്രമാണ് അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഇപ്പോൾ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ അവിടുന്ന് കരം നീട്ടണമേ. അവിടുന്ന് കരം നീട്ടണമേ. ഹൃദയത്തിലുള്ള രോഗം, പലതരത്തിലുള്ള വ്യഥകൾ, പലതരത്തിലുള്ള വ്യഥകൾ, ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും, എല്ലാ അസ്വസ്ഥതകളും, മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും, ആത്മാവിലുള്ള എല്ലാ ചങ്ങലകളും അവിടുന്ന് അഴിച്ചു വിടിവിക്കണമേ. അന്ധകാര ശക്തികളെ ബന്ധിച്ച് പുറത്താക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഒരു അത്ഭുത ശക്തിയായി, അത്ഭുത അഭിഷേകമായി ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ നവമായ ഒരു അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള മറ്റൊന്നിലും ആശ്രയം വെക്കാതെ കർത്താവിൽ മാത്രം ആശ്രയം വെച്ച് മുന്നേറാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദാസന്മാരുടെ മേൽ അവിടുന്ന് കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര പീഡകളെ ശാസിച്ച് പിടിപ്പിക്കുന്നു. തടസ്സങ്ങളെ കെട്ടുകൾ യേശു നാമത്തിൽ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം മന്ദിവച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഉച്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കാൻ തക്കവിധം ഹൃദയം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിലുള്ള രോഗം, എല്ലാ തരത്തിലുള്ള നിരാശ, കുറ്റബോധം, സങ്കടം, എല്ലാ ബുദ്ധിമുട്ടുകളും ഞെരുക്കണം ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഒരു ലേഖന ഭാഗം വായിച്ചപ്പോൾ എന്നെ മനസ്സിൽ തട്ടിയൊരു വചനമുണ്ട്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും ഒരുപോലെ കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചു, ഹൃദയത്തിൽ സമാധാനം നിറഞ്ഞു. ഈ സഹിയോൻ മിനിസ്ട്രീസിൽ, ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ, ഈ വചന കൂടാരത്തോട് വളരെ ചേർന്ന് സമീപസ്ഥരായിരിക്കുന്ന കുറച്ച് പേരുണ്ട്. രാജ്യങ്ങളിൽ വിദൂരസ്ഥരായിരുന്ന് ശുശ്രൂഷ സംബന്ധിക്കുന്നവരുണ്ട്. ഇരു കൂട്ടരോടും ഒരുപോലെ കർത്താവിൻ്റെ വചനം സംസാരിക്കുമെന്നും ഒരുപോലെ സമാധാനം വ്യാപരിക്കുമെന്നും ഒരുപോലെ ദൈവിക ശക്തി അവരെ നിറയുമെന്നും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇടർച്ച നൽകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ഒരു ദൈവ പൈതലിനെ താക്കീതിന്റെ സ്വരത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ നീ ഒരാൾക്ക് പോലും ഇടർച്ച നൽകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉപദേശം കൊണ്ട് ഇടർച്ച നൽകരുത്. പ്രവർത്തികൾ കൊണ്ട് ഇടർച്ച നൽകരുത്. സാന്നിധ്യം കൊണ്ട് ഇടർച്ച നൽകരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 6-7 തിരുവചനങ്ങളിൽ കർത്താവ് വെളിപ്പെടുന്ന ഇങ്ങനെയാണ്. മത്തായി 18:6-7 തിരുവചനങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം. ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിളിൽ ദുരിതം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ദുഷ്പ്രേരണ നൽകുക, പാപഹേതുവായി മാറുക, ഇടർച്ച നടന്ന ഉപദേശങ്ങൾ കൊടുക്കുക, മറ്റുള്ളവനെ പലതരത്തിൽ ഞെരുക്കത്തിലേക്ക് നയിക്കുന്ന വിധം നമ്മുടെ ജീവിതത്തെ തിരിച്ചാൽ സഹോദരങ്ങളെ ദുരിതം വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ബൈബിളിൽ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം. എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, ഒരു വ്യക്തി തന്നെ പാപം ചെയ്യുന്നതിനേക്കാൾ 10,000 മടങ്ങ് ഗൗരവമാണ് മറ്റൊരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കണത്, മറ്റൊരു വ്യക്തിക്ക് ഇടർച്ച നൽകണത്. അവരൊക്കെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. അത് എല്ലാ ജീവനാന്തസ്സുകളിലും ഉള്ളവരോടും ഒരേ രീതിയിലാണ് പരിശുദ്ധാത്മാവ് വളരെ കർശനമായി ഒരു താക്കീത് എന്നതുപോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വൈദികനെന്നോ സിസ്റ്ററെന്നോ അൽമാരെന്നോ വ്യത്യാസമില്ല. എഴുതപ്പെട്ട വചനം എല്ലാവർക്കും തുല്യമാണെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 7-8 തിരുവചനങ്ങൾ, പ്രത്യേകിച്ച് 8-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യത്തെ വചനം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? എന്നാൽ നിങ്ങൾ വഴിതെറ്റി പോയിരിക്കുന്നു,
നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാർ മക്കളെ ഉപദേശിക്കുമ്പോൾ, ഒരു വൈദികൻ ഇടവചനത്തെ ഉപദേശിക്കുമ്പോൾ, ഒരു സമർപ്പിത തന്റെ കുട്ടികളെ ഉപദേശിക്കുമ്പോൾ, ഒരു വചന ശുശ്രൂഷകൻ തന്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു കൗൺസിലർ തന്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന വ്യക്തിക്ക് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടർച്ച വരുത്തുന്ന ഉപദേശങ്ങൾ കൊടുക്കരുത്, ദുഷ്പ്രേരണ നൽകരുത്, പ്രലോഭന ഹേതുവായി തീരരുത് എന്ന് എഴുതപ്പെട്ട വചനം ഒരു താക്കീത് കൊടുക്കുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. ഇടർച്ച വരുത്തുന്ന ഉപദേശങ്ങൾ നൽകരുത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇടർച്ച വരുത്തുന്നതിന് പല സംഗതികൾ കാരണമായി തീരാം. പല സംഗതി ഇടർച്ച നൽകാം. അതിൽ ഒരു മേഖലയാണ് ഇടർച്ച വരുത്തുന്ന ഉപദേശങ്ങൾ. ഞാൻ ഓർക്കാണ്, ഞാൻ ഈ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അഭിവന്ദ ജേക്കബ് മനത്തോർത്ത് പിതാവ് വട്ടാലച്ചന്റെ കൂടെ ശുശ്രൂഷ എന്നെ നിയോഗിച്ചപ്പോൾ എനിക്ക് ഈ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ഇടർച്ച വരുന്ന ഉപദേശങ്ങൾ കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ധ്യാന കേന്ദ്രത്തിൽ പോയാൽ ജീവിതം തീരുകയുള്ളൂ. ധ്യാന ശുശ്രൂഷ മാത്രമൊന്നുമല്ല പൗരോഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഉയർന്ന് വരാതിരിക്കാൻ തക്ക വിധമല്ല ഇടർച്ച വരുന്ന ഒരുപാട് ഉപദേശങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചത് ഞാൻ ഓർക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയാം, അവൻ അങ്ങനെയാണ്, അല്ലെ അവൻ ഇങ്ങനെയാണ്, അവനോട് അധികം കൂട്ടുകൊടുക്കുന്നത് നല്ലതല്ല, ആ വ്യക്തിയെ കുറിച്ച് ശ്രദ്ധിക്കണമെന്ന് നല്ലത്. ഇങ്ങനെ നമ്മുടെ ഒരു ധാരണ വെച്ചിട്ട്, നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റുകൾ വെച്ചിട്ട് ചില കാര്യങ്ങൾ ഒരു വ്യക്തിയോട് നമ്മൾ പറഞ്ഞിട്ടാൽ ആ വ്യക്തി പിന്നെ ഈ വ്യക്തിയുമായി സംസാരിക്കുകയും ഡീൽ ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിലും ഈ കൊടുത്തിരിക്കുന്ന ദുരുപദേശമായിട്ട് മനസ്സിൽ കിടക്കുക. ഈ കിടക്കുന്ന ദുരുപദേശങ്ങൾ, ആ കള, ആ വിത്ത്, അത് പൊട്ടിമുളച്ച് അത് സാത്താന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇടർച്ച വരുത്തുന്ന ഉപദേശങ്ങൾ കൊടുത്ത വ്യക്തികൾക്ക് അതിനൊരു കൂലിയും കൂടെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ദുരിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവവൈദ്യലും മനസ്സിലെടുക്കേണ്ട ഒരു തീരുമാനമാണത്. എന്താണ് തീരുമാനം? റോമ 14:13 വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടത്: തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം, സഹോദരന് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവൻ. നിന്റെ സഹോദരന് ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിയായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, ചേട്ടനായിരിക്കാം, അനിയത്തിയായിരിക്കാം, കല്യാണം കഴിച്ച് വന്ന മോളായിരിക്കാം, അമ്മായിപ്പനായിരിക്കാം, അമ്മായിമ്മയായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കാം, ബിസിനസ്സിലെ സഹ ജോലിക്കാരായിട്ടുള്ളവരായിരിക്കാം, ആരെങ്കിലും ആകട്ടെ. വചനം പഠിപ്പിക്കുക, നിന്റെ സഹോദരനെ നീ വിധിക്കരുത് എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും ഒരു മാർഗ തടസ്സം ഉണ്ടാക്കരുത്, അവന് ഇടർച്ച നൽകുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുവിൻ. വിവാഹത്തിനെടുക്കുന്ന പ്രതിജ്ഞ ഇടുന്ന പോലെ, പട്ടണത്തിനെടുക്കുന്ന പ്രതിജ്ഞ എന്ന പോലെ, സന്യാസത്തിനെടുക്കുന്ന പ്രതിജ്ഞ എന്നതുപോലെ ദൈവവചനം ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സഹോദരൻ മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കണം നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവൻ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അന്ന് സഖിയോൻ മിനിസ്ട്രീസിലേക്ക് സഖിയോൻ ധ്യാനകത്തിന് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ മാർഗത്തെ തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി അനേക ഇടർച്ച വരുന്ന ഉപദേശങ്ങൾ എന്റെ ജീവിതത്തിൽ വന്ന് ഞാൻ ഓർക്കാണ്. അതാണ് സഹോദരൻ മാർഗം തടസ്സം വരുത്തുകയോ അവന് ഇടർച്ച നൽകുകയോ ചെയ്യുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവൻ എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. അനേക ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിന് ഒരു കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ തരത്തിലുള്ള ഇടർച്ച വരുത്തുന്ന ഉപദേശങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് മാർഗ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ അടുത്തേക്ക് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ദുരുപദേശവുമായി, ഇടർച്ച വരുത്തുന്ന ഉപദേശവുമായി, ഒരു തെറ്റായ കാര്യവുമായി വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിലും സുവിശേഷത്തിലും ലേഖനത്തിലും ഒരുപോലെ ഗൗരവതരമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് ഇടർച്ച നൽകരുതെന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എഫേസോസ് 4:14. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നാം ഇനിമേൽ തെറ്റിന്റെ വഞ്ചനയിൽ പെടുത്താൻ
മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഒലിയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന ഇതേപോലത്തെ വക്രതയാർന്ന ചില ഉപദേശങ്ങള്, ഓരോരുത്തരെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും വന്ന് പറയുമ്പോ കേട്ടതെല്ലാം വിശ്വസിക്കുന്ന കുഞ്ഞു ശിശുക്കളെ പോലെ ആകരുത്. കാറ്റത്തൊളിയത് ഞാങ്ങണ പോലെ ആകരുത്. പതിരും ഗോതമ്പും തമ്മിൽ ബന്ധമില്ല. എല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഇങ്ങനെ ഇടർച്ച വരുന്ന ഉപദേശങ്ങൾ കൊടുക്കുമ്പോ സാത്താൻ ഒരു ടാർഗറ്റ് ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, വഞ്ചനയിൽപ്പെടുത്താൻ, തെറ്റിന്റെ വഞ്ചനയിൽപ്പെടുത്താൻ. എന്ന് പറഞ്ഞാൽ അതിനുമുമ്പ് കർത്താവ് വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്, നീ വിധിക്കരുത്. കാരണം എന്താ, നമ്മൾ ഒരാളെ കുറിച്ച് ചിന്തിക്കുന്ന രീതിയല്ല അയാളുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി വെച്ച്, നമ്മുടെ ചിന്ത വെച്ച്, നമ്മുടെ യുക്തി വെച്ച് ഓരോരുത്തരെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ വിളമ്പാൻ നിൽക്കരുത്. എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഇത് വക്രതയാർന്ന പിശാചിന്റെ വഞ്ചന നിറഞ്ഞ ദുരുപദേശമാണെന്ന് തിരിച്ചറിയാൻ തക്ക വിധം ജ്ഞാനത്തിന്റെ ആത്മാവ് നിന്നെ ശക്തമായി ഉയർന്ന് പ്രവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് വചനങ്ങളോട് വെളിപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ വചനം വെളിപ്പെടുത്തുന്നത് സാത്താൻ കുറച്ച് കഴിയുമ്പോൾ ഈ ഉപദേശങ്ങൾ, ഈ കള സ്വീകരിക്കുന്ന വ്യക്തിയെ തൂത്തെറിയാൻ ഇടവരും എന്ന് വചനത്തിനോട് വെളിപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടർച്ച വരുത്തുന്ന മറ്റൊരു മേഖലയാണ് ദുഷ്പ്രേരണ നൽകുക. ഒന്ന് ഉപദേശങ്ങൾ കൊടുക്കുക, രണ്ടാമത്തെ മേഖലയാണ് ദുഷ്പ്രേരണ കൊടുക്കുക. എന്താണ് ദുഷ്പ്രേരണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വെളിപ്പെടുത്തുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ്. അതിന്റെ 2-ാമത്തെ അധ്യായം, വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ശക്തമായി വെളിപ്പെടുത്തുകയാണ്. വെളിപാട് 2:14. അതെങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകുവാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമന്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞാൽ ഉൾപ്പൊരുള്? പഴയ നിയമത്തിൽ ബാലാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ബാലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവിന് കൊടുത്തൊരു ഉപദേശമുണ്ട്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തെ നശിപ്പിച്ച് കളയാൻ എന്തെങ്കിലും മാർഗം ഉപദേശിക്കാൻ ആ രാജാവ് പറഞ്ഞപ്പോൾ ബാലാം എങ്ങനെ ഉപദേശിച്ചു? ഈ ജനത്തെ കൊണ്ട് രണ്ട് തിന്മകൾ ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. അതാണ് 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും. എന്നിട്ട് ഈ ബാലാക്ക് എന്ന് പറഞ്ഞ രാജാവ് ബാലാമിന്റെ ഉപദേശമനുസരിച്ച് ഈ ജനത്തിന് അങ്ങനത്തെ നിർദ്ദേശങ്ങൾ കൊടുത്തു. എന്ന് പറഞ്ഞാൽ വ്യഭിചാരം പാപമല്ല, പ്രീമാരിറ്റൽ സെക്സ് പാപമല്ല, 1-ാം പ്രമാണ ലംഘനം പാപമല്ല, എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വിധത്തിലും ഈ ജനത്തെ തകർക്കുന്ന പാപങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ സഹോദരങ്ങളെ. അപ്പൊ എന്തായി? ബാലാം കൊടുത്ത ഉപദേശം ബാലാക്കിന്റെ സമയം വന്നപ്പോൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകുന്ന ഒരു സംഗതിയായിട്ട് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായി 18:10 പഠിപ്പിച്ചത്, ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവനെ കൂടുതൽ നല്ലത് കഴുത്തിലുള്ള തിരികല്ല് കെട്ടിയിട്ട് കടലിനാഴ്ച താഴ്ത്തപ്പെടുകയായിരിക്കും. പറഞ്ഞാൽ മദ്യപിക്കാൻ യാതൊരു ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ദുഷ്പ്രേരണ കൊടുക്കുക. മദ്യപിക്കാൻ പാപത്തിന്റെ അല്പം പോലും ലാഞ്ചന തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനെയോ ഒരു സ്ത്രീയെയോ നീ ശരീരത്തിന്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കും ഓരോ കാര്യങ്ങളും ഇന്റർനെറ്റും ചാറ്റിങ്ങും ഓരോ സംഗതി വന്നിട്ട് പാപത്തിന് ദുഷ്പ്രേരണ നൽകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നൽകി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുതപ്പെട്ട വചനം ഇങ്ങനത്തെ ദുഷ്പ്രേരണ നൽകുന്നവരെ കുറിച്ച് എഴുതപ്പെട്ട വചനം പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വായിക്കേണ്ടത് ജെറമിയ പ്രവചനത്തിൽ അതിന് 28-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുലിഖിതം. വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ ഭൂമുഖത്തുനിന്ന് നീക്കിക്കളയും. ഈ വർഷം തന്നെ നീ മരിക്കും. എന്തെന്നാൽ നീ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. ഈ വർഷം തന്നെ നീ മരിക്കും.
ഒറ്റ കാര്യം പറഞ്ഞല്ലോ, നീ കർത്താവിന് എഴുതപ്പെട്ട കൽപ്പന ധിക്കരിക്കാൻ നീ പ്രേരണ കൊടുത്തു. ആ പറഞ്ഞ വചനം അങ്ങനെ തന്നെ നിറവേറുന്നാണ് ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിൽ വെക്കണം, വഴിയെ പോകുന്ന തകർച്ചകൾ മുഴുവൻ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റിവിടാൻ എളുപ്പമാർഗമാണ് ദുരുപദേശം, ദുഷ്പ്രേരണ. എന്താ സംഭവിക്കുന്നത്? വഴിയെ പോകുന്ന തകർച്ചയെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ കയറി 1 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ടേ പോകുള്ളൂ. മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുന്ന മറ്റൊരു മേഖലയാണ് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ. ഉപദേശം കൊണ്ട് ദുഷ്പ്രേരണ നൽകുക, ഉപദേശങ്ങൾ കൊണ്ട് ഇടർച്ച നൽകുക, ദുഷ്പ്രേരണകൾ കൊണ്ട് ഇടർച്ച നൽകുക. അതുപോലെ തന്നെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ഇടർച്ച നൽകുക, ദുഷ്പ്രേരണ നൽകുക. അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. വാക്കുകൊണ്ട്, ഉപദേശം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ഇടർച്ച നൽകരുത്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് യെസക്കേൽ പ്രവചനത്തിൽ 44-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം. അവർ വിഗ്രഹങ്ങളുടെ മുൻപിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, അവർക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്ന് പറഞ്ഞാൽ ദൈവം പറയാത്ത കാര്യങ്ങൾ, ദൈവം അനുഗ്രഹിക്കാത്ത സംഗതികൾ, ദൈവം നിഷേധിച്ചിരിക്കുന്ന സംഗതികൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നാൽ, ഞാൻ ശുശ്രൂഷ ചെയ്താൽ അതൊരു ഇടർച്ച നൽകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത്, അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരച്ഛനെ കർത്താവ് ഉയർത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഒരു സിസ്റ്ററെ കർത്താവ് ഉയർത്തുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് വ്യക്തി ഉയർത്തിയിരിക്കുന്നത്. ഒരു മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഉയർത്തുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. യേശു ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കാത്ത മറ്റെന്തിന് പ്രാധാന്യം കൊടുത്താലും അത് വിഗ്രഹാർപ്പണമാണ് സഹോദരങ്ങളെ. അത് 1-ാം പ്രമാണ ലംഘനമാണ്. അങ്ങനെ ചെയ്താൽ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പാപഹേതുവായി തീർന്നിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപദേശം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞാൻ മറ്റുള്ളവർക്ക് ഇടർച്ച നൽകരുത്. ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ കർത്താവിന് നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ അത് ഞാൻ ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും ആ പ്രവൃത്തികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനേകർക്ക് ഇടർച്ച കാരണമായി തീരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് മർക്കോസ് സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലാണ്. 42-ാം തിരുലിഖിതത്തിൽ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്, സഹോദരങ്ങളെ, വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഇടർച്ച വരുന്ന ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയാണ്. അതുകൊണ്ട് ഇടർച്ച നടത്തരുത്, ഇടർച്ച നൽകരുത്. അതെല്ലാ സുവിശേഷത്തിലും മത്തായിലും മർക്കോസിലും ആവർത്തിച്ച് പറയുന്നൊരു സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ കേട്ട വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ജീവിതത്തെ കുറിച്ച് നന്നായിട്ട് ഒന്ന് വിലയിരുത്തി ആത്മശോധന ചെയ്ത് ചിന്തിക്കുകയാണ്. ഇപ്പോൾ കരങ്ങൾ കോപ്പി കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഇടർച്ച നൽകിയിട്ടുണ്ടോ? ഉപദേശങ്ങൾ കൊണ്ട്, ദുഷ്പ്രേരണകൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ആരെക്കുറിച്ചെങ്കിലും മറ്റുള്ളവർക്ക് ഇടർച്ച നൽകിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് അനുദപിച്ച് തിരിച്ചു വരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അനുതാപത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവെ, അടിയങ്ങൾ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓ പരിശുദ്ധാത്മാവെ, എല്ലാ തരത്തിലും അന്ധകാരങ്ങളും മാറാൻ വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ഉപദേശങ്ങൾ കൊണ്ട്, സാന്നിധ്യം കൊണ്ട് ഓരോരുത്തർക്കും ഇടർച്ച നൽകി ഓരോ സാഹചര്യങ്ങളോട് അനുദപിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ഞങ്ങൾ വന്ന് നിറയണമേ, കരുണ കാണിക്കണമേ, അനുതാപം നൽകണമേ, കുമ്പസാരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവേ ഞങ്ങളെ കൃപ കൊണ്ട് നിറയണമേ. ദുരിതം വിളിച്ചു വരുന്ന പാപങ്ങൾ ഉപേക്ഷിക്കാൻ കൃപ നൽകണമേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ തുറന്ന് പിടിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ.
ചേർന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഉള്ളിന്റെ ഉള്ളിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. Praise the Lord. Praise the Lord. El Shaddai. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. തിരുവോസ്തിരൂപനായി നീ അൾത്താരയിൽ വരുമീശോ. വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം ആരാധനാഗീതം പാടിടാം. കർത്താവിന് പ്രീതികരമായി പ്രവർത്തിക്കുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്ന അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ എന്നിച്ച് ഓരോ സാഹചര്യങ്ങൾ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുക്കണം കർത്താവേ. ഇനി എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ദൈവപ്രീതി മാത്രം അന്വേഷിച്ച് മുമ്പോട്ട് പോകും. ദൈവമേ, ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. എല്ലാവരും കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ തീരുമാനത്തോട് ചേർന്ന് ആശീർവാദത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, പർവാദം പിടിപെട്ട കിടക്കയിൽ കിടക്കുന്നവർ ഇപ്പോൾ ചാട്ടി എഴുന്നേൽക്കുമാരും ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ്, നിരാശയിലും കുറ്റബോധത്തിലും സങ്കടത്തിലും വേദനയിലും വിഷമത്തിലും കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തെ ശാസിക്കുന്നു, പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചു പിടിപ്പിക്കുന്നു. തടസ്സങ്ങളെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര കോട്ടക്കോത്തടങ്ങൾ ഛിന്നഭിന്നമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, അന്ധകാരങ്ങളെല്ലാം വിട്ടൊഴിയട്ടെ. കൃപയുടെ അഭിഷേകം, വചനത്തിന്റെ അഭിഷേകം, പ്രാർത്ഥന അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. രൂപനായി നീ അൾത്താരയിൽ വരുമീശോ. El Shaddai.